ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മുടെ പച്ചക്കറിയിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇഞ്ചിയാണിത്, ഇത് നമ്മുടെ കൂവ, പിന്നെ ഇതാ പാഷൻ ഫ്രൂട്ട് വള്ളി കയറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പൊട്ടുവള്ളരിൻ്റെതാണ് കേട്ടോ. ഇതെല്ലാം ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വള്ളി കയറി ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പൂവിട്ടിട്ടുണ്ട്, ഇതിൽ കായ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കായുണ്ട്. പിന്നെന്താ, നമ്മൾ ഈ ബത്തക്കൻ്റെ കുരു ഇട്ടതാണേ. ഇത്ര വള്ളി കയറി അതിന് പന്തലിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ വെള്ളരി. പിന്നെ ഇതാ വെണ്ടക്ക ഉണ്ട്, ഇത്തിട്ടിട്ട് കുറേ വെണ്ടക്ക ആയിട്ടുണ്ട് കേട്ടോ. കുറേ നമ്മളിതിൽ നിന്ന് പറിച്ചതാണ്, ഇനി പൊട്ടിക്കാനുണ്ട്. ഇതെല്ലാം നമ്മളെ വെണ്ടക്ക തൈയാണ് കേട്ടോ. ഇത് നമ്മൾ വിത്തിട്ടതാണ്. ഇതിൽ നിന്ന് തന്നെ മണ്ണിട്ട് ഇതിൽ തന്നെ നിലനിർത്തി, നന്നടുപ്പിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുമുണ്ട്. ഇതൊരുപാട് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൽ ചീരയാണ് കേട്ടോ ഉണ്ടായേ. അപ്പോൾ ചീര എല്ലാം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ മഴയായതുകൊണ്ട് ഇനി ചീരയാവില്ല. പിന്നെ ഇതൊരു പ്ലാന്റാണ്, തന്നാലും ഇതിൽ മുളച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അത് പറിച്ച് കളഞ്ഞിട്ടില്ല, അവിടെ തന്നെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഈ മുന്തിരി വള്ളിയാണ് കേട്ടോ. ഇതുവരെ ആയിട്ടില്ല, 2-3 വർഷം ആയി നട്ടിട്ട്. പക്ഷേ ഇത് ഉണങ്ങിപ്പോയിട്ട് പിന്നെയും താഴ്ത്ത് വരുന്നതാണ് കേട്ടോ. ഇതുവരെ ആയിട്ടില്ല, ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ലീഫെല്ലാം വന്നിട്ടുണ്ട്. ഇത്തവണെങ്കിൽ ആയിക്കിട്ടിയാൽ നല്ല. പിന്നെ ഇതാ ചീര പൊട്ടിച്ചെടുത്ത് പിന്നെ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയതാട്ടോ. കുറേ ഇതിന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്തതാണ്. എന്നിട്ട് പിന്നെയും ഇതെടുത്ത് വന്നതാണ്. 3-4 തവണ ഞാൻ ഇതിന്ന് കുറച്ചെടുത്ത് വറവാക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ കാന്താരി. ആ കാന്താരി ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ അമ്പയാണ്. പക്ഷേ ഇതിൽ ഞാൻ കുറേ പ്രാവശ്യം ആയതാണ്. പക്ഷേ ഇപ്പം എന്താണെന്ന് പറഞ്ഞൂടാ, കുറച്ചായിട്ട് ഇതിൽ നിന്നൊന്നും ആവുന്നില്ല. എന്താണെന്ന് പറഞ്ഞൂടാ, വളമിട്ട് കൊടുക്കലും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ആവുന്നില്ല. പിന്നെ ഇതിലും ഉണ്ട് വെണ്ടക്ക തൈ കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരു അനാറ് മുളക്കുന്നുണ്ട്. ഞാൻ ഗ്ലൗസിലിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതോ എനിക്ക് ഇതിന് വളം കൊടുക്കാനുണ്ട്. പിന്നെ ഇത് വേറെ അനാറുണ്ടത്. ഇതിന് മുട്ടയിട്ടിട്ടുണ്ട്. ഇവിടെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം മഴയത്ത് അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി. ഇതിലും ഒരു കാന്താരി തൈയാണ്. പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് ആയി വരുന്നുണ്ട് ഇഞ്ചി. പിന്നെ ഇത് നമ്മളെ കൂവയാണ് കേട്ടോ. ഇതും ഇഞ്ചിയാണ്, നന്നായിട്ടുണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇഞ്ചി കൂവ. ഇതെല്ലാം വെണ്ടയാണ്. അവിടെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് വേറൊരു ടൈപ്പ് വെണ്ടയാണ്. ഇതൊരു ടൈപ്പ് വെണ്ട. അതെല്ലാം വെണ്ടയാണ് കേട്ടോ. നമ്മളല്ല, വെണ്ട കുറേ ഉണ്ട്, കുറേ പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. അതെല്ലാം വെണ്ടയാണ്. പിന്നെ ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിലതാ ഒന്നിതാ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒന്ന് പൂവിടാനുള്ള സ്റ്റേജിലുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മഴയത്ത് എന്താണെന്ന് പറഞ്ഞൂടാ, ചീഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചീഞ്ഞ് പോയി. പിന്നെ ഇതാ ഇവിടെ ഇത് നമ്മുടെ പച്ചമുളകിൻ്റെതാണ് കേട്ടോ. ഇതിൽ ഒരു പച്ചമുളക് ആയിട്ടുണ്ട്. ഇതിൽ പൂവിട്ടിട്ടുണ്ട്.
ഒരുപാട് പൂവിട്ടതാണ് കേട്ടോ. മഴയത്തെല്ലാം കൊഴിഞ്ഞു പോയതാണ്. നമ്മുടെ പച്ചമുളക്, ഇതിലെല്ലാം പച്ചമുളക്. നമ്മൾ ചെറിയ തൈയിലാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇവിടെയെല്ലാം പച്ചമുളകാണ്. പിന്നെ ഇതുപോലെ ചീര കുറേ പൊട്ടിച്ചെടുത്തു. പിന്നെ ഇതിലും പച്ചമുളകാണ്. പിന്നെ ഇത് തക്കാളിയാണ് കേട്ടോ, തക്കാളിയാണ്. പിന്നെ ഇതിൽ ഇഞ്ചി ഇതിൽ കുറേ ഇത് എനിക്ക് ഇവിടുന്ന് പഞ്ചായത്ത് വഴി കിട്ടിയതാണ് കേട്ടോ. 500 രൂപ കൊടുത്തിട്ട് 10 ചട്ടിയും അതിനുള്ള പോട്ടിംഗ് മിക്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിറച്ചിട്ട് ഞാൻ കരിയിൽ വെച്ചതാണ് കേട്ടോ. എനിക്കിത് കുറേ വിത്ത് ഇടാനുണ്ട്. ഓൺലൈനിൽ നിന്ന് ഞാൻ കുറേ വിത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിലിപ്പോൾ പാകി കൊടുക്കാനുണ്ട്. ഇതൊരു പച്ചമുളകാണ്. ഇതിനതാ പൂവിട്ടിട്ടുണ്ട്. വളരെ ചെറിയ നമുക്കിതാ ഇതിൽ വെണ്ടയ്ക്കുണ്ട്. പിന്നെ ഇതാ കുറേ പന്തലിലേക്ക് കയറി പോകുന്നുണ്ട്. വെള്ളരിൻ്റെയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴയൊരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതുപോലെ പലകയെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതാ റോ ബാഗെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് റോ ബാഗ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് നിലത്ത് ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കും. വെള്ളം കെട്ടിക്കോ ഒന്നും ചെയ്യില്ല. അപ്പം ഇതാ കായ്ച്ചക്കണി കുത്താണ് കേട്ടോ. കുറേ കായ്ച്ചുണ്ട് ഇതിൽ. അതിന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് പന്തലിലോട്ട് കയറാനായിട്ടുണ്ട്. അത് വെണ്ടയ്ക്കാണ് കേട്ടോ. ഇത് ആനക്കൊമ്പ് വെണ്ടയാണ്. പിന്നെ ഇതാ പയറാണ്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ വിത്തുണ്ട്, നടണത്രേ. എൻ്റെ ടെറസിൽ ഇത്രയേ ഉള്ളൂ. ഇന്നും കുറേ കൊണ്ടുവരാനുണ്ട്. അതൊക്കെ ചെയ്തിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വളം കൊടുക്കാനുണ്ട്. ഈ ഒരു ബക്കറ്റിലാണ് കേട്ടോ ഒക്കെ ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ ഈ തെളി മേലിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കപ്പലാണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടി ഇതൊക്കെ ഇട്ടിട്ടുള്ള വളമാണ്. ഇനിയിപ്പോൾ ഇത് ഒരു മഗ്ഗിന് 5 മഗ്ഗ് വളം എന്നുള്ള രീതിയിൽ നോക്കാം. ഇതിപ്പം 2 മഗ്ഗ് എടുക്കുന്നുണ്ട് ഇതിൽ. മഴവെള്ളം സ്റ്റോർ ചെയ്തതാണ് കേട്ടോ. ഒരു ഡ്രമ്മിൽ മഴവെള്ളം സ്റ്റോർ ചെയ്തതാണ്. ഈ 2 മഗ്ഗ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിറയെ വെള്ളം എടുക്കും ഞാൻ. ഇനി ഉറപ്പിച്ചിട്ട് കൊടുത്താൽ മതി. എത്രയും സ്ട്രോങ് ആയിട്ടുള്ള വളമാണ്. എനിക്കിത് എടുക്കാം. പച്ചമുളകിന് വെച്ച് കൊടുക്കാം. ഇത് 1/2 മഗ്ഗ് മതി കേട്ടോ. ചെറിയ തൈകൾക്കൊന്നും കുറേശ്ശെ കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളത്തിന് ഒഴിച്ച് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് നമുക്ക് ഞാനിത് ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓസ് വഴി ഞാൻ എല്ലേനും നനച്ചു കൊടുക്കലാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.